ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മാവുമ്മ ഉണ്ടാവണ പൂക്കളൊക്കെ മാങ്ങയായിട്ട് മാറാൻ വേണ്ട ഒരു 10 കാര്യങ്ങൾ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മാവുമ്മ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവുക, അതുപോലെ മാങ്ങ ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ മാവിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നിറഞ്ഞ മാങ്ങകൾ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ മൂവാണ്ടൻ മാവാണ്. ആദ്യമേ തന്നെ നമ്മുടെ മാവിന് നമ്മുടെ കാലാവസ്ഥ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മാവിൻ്റെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോകും. അല്ലാണ്ട് നമുക്ക് ചെറിയ ചെറിയ വേറെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥ അല്ലാണ്ട് വരുന്ന കൊഴിച്ചിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ മൂവാണ്ടൻ മാവിനത് നിറഞ്ഞു പൂത്തു, എല്ലാ പൂക്കളും മാങ്ങയായിട്ട് വന്നിട്ടുണ്ട്. ഇടയിൽ മഴയൊന്നും വന്നില്ല, അത് കാരണം നല്ലോണം മാങ്ങ പിടിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനും അച്ചാറിടാനും ഒക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാവ് നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള ഏരിയയിൽ വേണം നടാനായിട്ട്. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ മാവുമ്മ പൂക്കൾ ഉണ്ടാവലും അതുപോലെ തന്നെ മാങ്ങ ഉണ്ടാവുന്നതും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സൂര്യപ്രകാശം മസ്റ്റാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ മാവിന് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാണ്ട് വെള്ളം വാർന്ന് പോണ രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അതായത് മണ്ണ് കൂന കൂട്ടിയിട്ട്, അതായത് നമ്മൾ തടം കെട്ടി വെള്ളം ഒഴിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. മണ്ണ് കൂന കൂട്ടിയിട്ട് വെള്ളം ഇങ്ങനെ വാർന്നു പോണ രീതിയിലായിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാവുമ്മ നിറഞ്ഞു പൂക്കളുണ്ടാവും. ആ പൂക്കൾ മുഴുവൻ മാങ്ങയായി തീരും ചെയ്യും. മൂന്നാമത്തെ ആയിട്ടുള്ള കാര്യം, നമ്മൾ മാവിൻ്റെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടാഷ് ചേർന്ന വളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് കടയിൽ നിന്ന് വാങ്ങിച്ച പൊട്ടാഷ് അടങ്ങിയ വെള്ളമായാലും കുഴപ്പമില്ല. അതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ലതാണ്. പഴത്തൊലി വെള്ളത്തിലിട്ട് 2 ദിവസം കുതിർത്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ലോണം പൊട്ടാഷ് കണ്ടന്റ് ഉള്ളതാണ്. അപ്പം നമ്മുടെ മാവിൻ്റെ പൂക്കളൊക്കെ കൊഴിയാണ്ട് മാങ്ങയായിട്ട് നമുക്ക് കിട്ടും. നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന അരി കഴുകിയ വെള്ളം പുറത്ത് കളയാണ്ട് നമ്മുടെ മാവിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയതാണ് അരിയിൽ കഴുകുമ്പോൾ കിട്ടുന്നത്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവിൻ്റെ പൂക്കൾ മൊത്തം നശിച്ചു പോകാണ്ട് നിറഞ്ഞ് മാങ്ങ ഉണ്ടാവും. അഞ്ചാമതായിട്ട് നമ്മുടെ കത്തിക്കണ വെണ്ണീരുണ്ടല്ലോ, ചാരം, അത് നമ്മുടെ കുറച്ചെടുത്ത് മാവിൻ്റെ കടയ്ക്ക് നീക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നിറഞ്ഞ് മാങ്ങ ഉണ്ടാവാനുള്ള വേറൊരു ടിപ്പാണ്. ഇതന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളത്തിൽ കലക്കി നമ്മുടെ മാവിൻ്റെ കടയ്ക്ക് നിന്ന് നീക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെണ്ണീറിൻ്റെ മാത്രം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട്. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ മാവിൻ്റെ പൂക്കളൊക്കെ കീടങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാറുണ്ട്. അത് സാധാരണ വരുന്ന രോഗമാണ്. അപ്പം നമുക്ക് എല്ലാ ടൈമിലും, അതായത് ഉച്ചരിഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചവറൊക്കെ അടിച്ചു കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചകിരിപ്പൂഞ്ഞയോ ഒക്കെ വെച്ചിട്ടൊന്ന് കത്തിച്ചിട്ട് പുകച്ച് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുക വരുന്നതോടുകൂടി ഈ കീടാണുക്കളൊക്കെ മാറിപ്പോക്കോളും. നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ എല്ലാവരും ചെയ്യണതിന് ഇതുപോലെ പഴയ ചട്ടിയിലോ ചിരട്ടയിലോ അങ്ങനെ ഇങ്ങനെ വെച്ച് ചകിരിപ്പൂഞ്ഞോ തീയോ വെച്ചിട്ട് നമ്മൾ ഇത്തിരി നീക്കി വെക്കുക. അപ്പോൾ ഒന്ന് പുക വരണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതുപോലെ പുക വന്നു കഴിഞ്ഞാൽ മാവുമ്മയ്ക്ക് പുക അടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പുക വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ കീടാണുക്കളൊക്കെ പോയി പൂവ് മാറി മാങ്ങയായിട്ട് നമുക്ക് കിട്ടും. മാവുമ്മ പണ്ട് കാലത്തൊക്കെ നമ്മൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ കെട്ടില്ലോ. ഊഞ്ഞാൽ കെട്ടുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് വെച്ചാൽ മാവുമ്മ പൂക്കൾ നിറഞ്ഞുണ്ടാവാനും ഈ ഊഞ്ഞാൽ കെട്ടുന്നത് നല്ലോണം സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാവിന് നല്ല ചലനം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ മാവുമ്മ പൂക്കളും മാങ്ങകളും നിറഞ്ഞുണ്ടാവും. അതായത് മാവ് എല്ലാ ഭാഗത്തേക്കും ചലനമൊക്കെ സംഭവിക്കുമ്പോൾ എയർ പാസിങ് വരും. അതുപോലെ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഒരു ടെൻഡൻസി കൂടും. അതുപോലെ തന്നെ മാങ്ങകളും നിറഞ്ഞുണ്ടാവും. മാവിൻ്റെ പൂക്കളിൽ ഒരു കംപ്ലൈൻറ്റും വരാണ്ട് കീടാണുക്കളുടെ ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കാം. പിന്നെ അടുത്തൊരു ടിപ്പാണ്, പുളിച്ച മോരുണ്ടല്ലോ, ഇതിപ്പോൾ 5 ഇരട്ടി വെള്ളവും ചേർത്തിട്ട് മാവും പൂക്കൾക്ക് സ്പ്രേ ചെയ്താൽ മതി. അത് ചെറിയ മാവുകൾക്കൊക്കെ അത് പ്രാക്ടിക്കലാവുള്ളൂ. വലിയ മാവുമ്മയൊന്നും ഇത് പ്രാക്ടിക്കലാവാൻ ബുദ്ധിമുട്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ചകിരിപ്പൂഞ്ഞ പുകയ്ക്കലാണ് ഏറ്റവും അതിന് ബെസ്റ്റ്. ഇത് ചെറിയ മാവുകളൊക്കെ വെച്ചാൽ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാമ്പൂക്കൾക്ക് ഒരു കംപ്ലൈൻറ്റും വരാണ്ട് പൂക്കളൊക്കെ മാങ്ങിയിട്ട് കിട്ടും. ഇംഗ്ലീഷ് വളമായിട്ട് നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ ബോറോൺ വാങ്ങിക്കാൻ കിട്ടും വളക്കടയിൽ നിന്ന്. അത് വാങ്ങിച്ച് നമ്മൾ അതിൻ്റെ അളവ് പ്രകാരം നമ്മൾ മാമ്പൂക്കൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് മാമ്പൂ നിൽക്കണേ, ഇതങ്ങോട്ട് എത്തില്ല. എന്നാൽ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കൾ ഒന്നും കൊഴിഞ്ഞു പോവാണ്ട് എല്ലാതും നമുക്ക് മാങ്ങയായിട്ട് കിട്ടും. അത് നല്ലൊരു ടിപ്പാണ്. പിന്നെ മാവിൻ്റെ കടയ്ക്ക് നീങ്ങി നമ്മൾ വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പൂക്കളൊക്കെ നല്ല കരുത്തിലുണ്ടാവാനും മാങ്ങ അധികം പിടിക്കാനും ഇത് നല്ലതാണ്.
മാവുമ്മ പൂക്കൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഫിറമോൺ എന്ന് പറഞ്ഞൊരു കെണി കെട്ടിക്കഴിഞ്ഞാൽ ഒരു മാങ്ങ പോലും കേടില്ലാണ്ട് നമുക്ക് കിട്ടും. പ്രിയൂർ മാങ്ങയ്ക്കൊക്കെ സാധാരണ പുഴുക്കേട് വരും. അത് മാമ്പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഫിറമോൺ കണി വാങ്ങിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിയാൽ മതി. എല്ലാ കീടങ്ങളും അതിൽ വന്ന് ആകർഷിച്ച് അതിലേക്ക് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയൂരല്ല ഏത് മാങ്ങയായാലും പുഴുക്കേട് വരുന്ന മാങ്ങയും കേട് വരാണ്ട് നമുക്ക് നല്ല പഴുത്താലും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിറഞ്ഞു മാങ്ങ ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാട്ടുമാവാണ്. അതായത് മൂവാണ്ടമാവൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും മാങ്ങയൊക്കെ കിട്ടും. ഇങ്ങനെ സീസൺ അനുസരിച്ചല്ല, എല്ലായ്പ്പോഴും ഒരു 3-4 ട്രിപ്പെങ്കിലും മാവ് കാച്ച് നമുക്ക് മാങ്ങ കിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഒരേ മാവ് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് മാങ്ങയുടെ ക്ഷാമം തീരും.